എല്ലാവർക്കും നമസ്കാരം. ഹൈറിച്ചിന്റെ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളുകളായി. ഹൈറിച്ചിന്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അതിന് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് അറിയാം. ഇന്നത്തെ കേസ് 30/12/2020 മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു വിധി വരട്ടെ, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്നൊരു വിധി വരട്ടെ. ആ ഒരു വിധി പിന്നെ നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്തായാലും ഒരു വിധി വരുന്നവരെ നമ്മൾ കാത്തു നിന്നേ പറ്റൂ. ആ ഒരു സിറ്റുവേഷനാണ് ഞാനൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹൈറിച്ചിന്റെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം, ഇന്നൊരു വ്യക്തി എന്നെ രാവിലെ വിളിച്ചിട്ട് ഞാനിപ്പോ യു എയിലുള്ളത്. യു എയിൽ മറ്റേ വാട്സപ്പ് കോളും വോയിസ് കോളും അലൗഡ് അല്ല, മെസ്സേജ് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ബോട്ടിയും സ്കൈപ്പൊക്കെ കിട്ടും. ഞാൻ ഇത്രയും കാലം കേസും കാര്യങ്ങളൊന്നും കൊടുക്കാതിരുന്നൊക്കെ സാറിന്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. സാറ് കോഴ്സ് കൊടുക്കരുത് മറ്റേ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. ഇപ്പൊ പെട്ട് കിടക്കുകയാണ്. എൻ്റെ 30 ലക്ഷം രൂപ പോയി കിടക്കുകയാണ്. ഇപ്പം ഗ്രൂപ്പൊക്കെ പിരിച്ചിടുക കേട്ടു. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഇത്രയും കാലം സാറിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്നോട് ചോദിച്ചു, സാറ് ഹൈറിച്ചിലെ ആളല്ലേ? പിന്നെ മെസ്സേജാണ് കേട്ടോ, വിളിച്ചുള്ള വാട്സപ്പ് കോളാണ്, മെസ്സേജാണ്, അദ്ദേഹത്തിന് പ്രൊഫൈലും കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം വിളിച്ചിട്ട് ചോദിക്കണത്, സാറേ നിങ്ങൾ ഹൈറിച്ചിൻ്റെ ആളല്ലേ? നിങ്ങളൊക്കെ വാക്കുകൾ കേട്ടിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ സാറേ ഇത് പരാജയപ്പെട്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ഹൈറിച്ചിൻ്റെ ലീഡറും കാര്യങ്ങളും ഒന്നും അല്ല, ഞാൻ അവസാന നിമിഷം വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ കക്ഷി പറയുകയാണ്, നിങ്ങൾ ഇത് കഴിയുകയാണ്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, ഇത് കൈവഴിയലല്ല, ഹൈറിച്ചിൻ്റെ ഒരു തീരുമാനം, അത് എന്ത് തന്നെ ആയാലും അത് വരട്ടെ. ഹൈറിച്ച് കമ്മ്യൂണിറ്റിൻ്റെ കൂടെ അത് ഞാൻ എന്ത് തന്നെ ആയാലും ഉണ്ടാവും, അവസാനം വരെ ഞാനുണ്ടാവും. അത് എന്ത് തന്നെ ആയാലും, നെഗറ്റീവായാലും പോസിറ്റീവായാലും ഹൈറിച്ച് കമ്മ്യൂണിറ്റിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും. ഞാൻ ലീഡറും കാര്യമൊന്നുമല്ല, പക്ഷെ ഞാൻ ഹൈറിച്ച് കമ്മ്യൂണിറ്റി കൂടെ ഉണ്ടാവും. അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് വീഡിയോ കോൾ വിളിച്ചാലും വീഡിയോ കോൾ പോകുന്നില്ല. അദ്ദേഹം വിളിച്ചത് സൗദി അറേബ്യ, അങ്ങനെയാണ്, എനിക്ക് ബോട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലു, വാട്സപ്പ് പിന്നെ വീഡിയോ കോൾ ഇല്ല പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് നിങ്ങളൊരു ഫോട്ടോ അയക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ്, നിങ്ങൾ വേറെ ടൈപ്പാണല്ലേ. ഞാൻ അപ്പോൾ തന്നെ അത് ബ്ലോക്ക് ചെയ്തു, കിറ്റ് ചെയ്ത് പോയി. അദ്ദേഹത്തോട് എന്നോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കും അതിനെക്കുറിച്ച് തീരുമാനിക്കാം. അത് കഴിഞ്ഞിട്ട് മിനിറ്റുകൾ ശേഷം അദ്ദേഹം വേറൊരു കോളിൽ വരികയാണ്, വേറൊരു വാട്സപ്പ് കോളിൽ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, നിങ്ങൾ ശ്രീന മേഡത്തിന് എടുക്കുന്ന മറ്റേ അത്ര കൈപ്പറ്റി മറ്റേക്കാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചെറിയ വിഷയമാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ വിഷയം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, പ്രിയപ്പെട്ടവരെ, കണ്ണാപ്പികളെ, അതായത് ഹൈറിച്ചിനെ തകർക്കാൻ വേണ്ടി നിൽക്കുന്ന കണ്ണാപ്പി കൂട്ടങ്ങളെ, നിങ്ങൾക്ക് ഒരു നമ്പറല്ല, നിങ്ങൾ ഒരു വ്യക്തികൾക്ക് തന്നെ 5ഉം 6ഉം നമ്പർ ഉണ്ടെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഏത് കണ്ണാപ്പികൾ വിളിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധയോടെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയെ തകർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള കമ്മീഷൻ കിട്ടും എന്നുള്ള ധാരണയിലാണ് നിങ്ങൾ ഇപ്പോഴും ഈ 11-12 മാസങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്നത്, നമുക്കറിയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതല്ല, നമ്മൾ കഷ്ടപ്പെട്ട പൈസയും കാര്യങ്ങളൊക്കെയാണ് ഹൈറിച്ചിൽ ഓൾറെഡി ഉള്ളത്. നമ്മൾ ഓരോ സാധാരണക്കാരുടെയും പൈസകൾ നമുക്ക് ഓരോ സാധാരണ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സാധാരണക്കാരും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. നിങ്ങളെപ്പോലത്തെ ഹൈടെക്കിൽ നിൽക്കുന്ന ആൾക്കാരോട് നമുക്ക് മല്ലടിക്കാനും പിടിക്കാനും ഒന്നും നമ്മളില്ല. ഓപ്പണായിട്ട് പറയാണ്, നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണോ, പിന്നെ നിങ്ങൾ ആരൊക്കെയാണോ നിങ്ങൾ കൊട്ടേഷൻ തന്നിരിക്കുന്നത്, അവരോടൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അവരോട് പൈസ വാങ്ങുക. നിങ്ങളോട് ആരോടും നമുക്ക് ദേഷ്യ വിരോധം ഒന്നുമില്ല. നമുക്ക് നമ്മൾ തിരിച്ചു വരിക, നമ്മൾ ഓരോ സാധാരണക്കാരുടെ പൈസ കൊടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശ ലക്ഷ്യമുള്ളൂ. ഇതേപോലെ നിങ്ങൾ ഹൈറിച്ച് കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ ഹൈറിച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് അവരുടെ വോയിസ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരെ മറ്റേതെങ്കിലും തരത്തിൽ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും 12 മാസമായിട്ട് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിരന്തരമായി യൂട്യൂബ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളും, അപ്പം നമുക്കറിയാം നിങ്ങളിപ്പോൾ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. സോഷ്യൽ മീഡിയ മൊത്തം, പിന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ മണി ചെയ്യുന്നുള്ളൊരു സംഭവം ഹെഡിങ് ഉണ്ടാക്കിക്കൊണ്ട് മൊത്തം ലോക സമൂഹത്തിനെ മൊത്തം നമ്മളെ ഹൈറിച്ച് കമ്പനിയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് എന്നൊന്നും പറ്റിക്കാൻ നിങ്ങൾ നോക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. നീതിന്യായ വ്യവസ്ഥ എന്ത് തന്നെയാലും ഇന്നല്ലെങ്കിൽ നാളെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പുറത്തു വരിക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര വർഷക്കാലം ഈ കമ്മ്യൂണിറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയെ തകർക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു കൊട്ടേഷൻ ടീം ഏറ്റെടുത്തിരിക്കുന്ന രീതി, നിങ്ങൾ ഏറ്റെടുക്കുന്ന യൂട്യൂബറെ കൊണ്ടോ അല്ലെങ്കിൽ നിരന്തരമായിട്ട് നിങ്ങൾ എത്രത്തോളം ആൾക്കാരുണ്ട് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ വേണ്ടി. നിങ്ങൾക്ക് എനിക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് തന്നെ 5 സിമ്മുകളുണ്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. ഇപ്പം ഞാനൊരു ഇടുന്ന വീഡിയോ ഒക്കെ തന്നെ ഓരോ വ്യക്തികളും നോക്കിയാൽ മതി, ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ഓരോ വ്യക്തികൾക്കും പ്രൊഫൈൽ ഉണ്ടോ, ഇവർ എവിടെയാണ് എന്താണ് നിങ്ങൾ ഓരോ വ്യക്തികളും നോക്കിയാൽ മതി. പ്രിയപ്പെട്ട ഹൈറിച്ചിലെ ഓരോ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, ഇതുപോലത്തെ ഒരുപാട് കണ്ണാപ്പികൾ നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കും.
ഇതിലൊന്നും നിങ്ങൾ ഇടപെടുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട. കാരണം വെച്ചാൽ നമ്മുടെ സത്യസന്ധമായ പൈസയാണ് അതിലുള്ളത്. അത് നമുക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യണം. ഞാൻ ഇപ്പോഴും നിങ്ങൾ പറയുന്നത് ഹൈറിച്ചിൻ്റെ ഇപ്പോൾ പല ആൾക്കാരെ പറയുന്നത് നമ്മൾ ലീഡർ വിളിച്ച് അപ്പോയിന്റ് എടുക്കുന്നില്ല, അവരെവിടെയാണ് എന്താണെന്ന് അറിയില്ല. അങ്ങനത്തെ കൂടി ചിന്താഗതികൾ ആർക്കും വേണ്ട. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നത് ഹൈറിച്ചിൻ്റെ HROTT കേരളത്തിലെ കാസർഗോഡ് തിരുവനന്തപുരം വീഡിയോ ചെയ്ത വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഹൈറിച്ച് കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ഓരോ ലീഡർമാരുടെ ഓരോ വീഡിയോസ് ഞാൻ കിട്ടി തരും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഓരോ ആൾക്കാർ എവിടെയാണ് എന്താണ് ഉള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടി വരും. അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ നമ്മൾ ഹൈറിച്ച് കമ്മ്യൂണിറ്റിയെ ആരെയും കുറ്റപ്പെടുത്താനോ പിടിക്കാൻ നിൽക്കേണ്ട. ഹൈറിച്ചിലെ ഓരോ ലീഡർമാർ എനിക്ക് ഇപ്പോഴും പറയാം, ഹൈറിച്ചിലെ ഓരോ ലീഡർമാരും അവർക്കും ജീവിക്കണ്ടേ. അവരാരെയും ഒരു ലീഡർമാരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് ജോലി ചെയ്താൽ മാത്രമേ പൈസ കിട്ടൂ. അവർ ഏത് ബിസിനസ് വേണം ചെയ്തോട്ടെ, അവർ ചെയ്യട്ടെ. അവർക്ക് ചെയ്താൽ അവരിപ്പോൾ ഒരു 1,00,000 രൂപ അവർ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് അവർക്ക് 1,00,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരോട് 10,000 രൂപ ചോദിക്കാൻ പറ്റൂ. അവർ ചെയ്യട്ടെ. അവരങ്ങനെ ചെയ്യുന്നവരാരും കുറ്റപ്പെടുത്താനോ പിടിക്കാനോ നിൽക്കണ്ട. നമ്മൾ ഇത്രേ ചെയ്യണ്ടോ. നമ്മൾ ഇനി വാദപ്രതിവാദങ്ങളോ ഒന്നുമില്ല. കമ്പനി തിരിച്ചു വരിക എന്നുള്ള ഒരു സംഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് നമ്മൾ CEO ശ്രീനാ മേഡവും കാര്യങ്ങളും അതിൻ്റെ എല്ലാം ബാക്കിയുള്ള എല്ലാ ലീഡേഴ്സും ഞാൻ പറഞ്ഞില്ല, ലീഡേഴ്സ് അല്ലാത്ത ആൾക്കാരുണ്ട് ഒരുപാട്. ഹൈറിച്ചിനെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടം ആൾക്കാരുണ്ട്. അവരൊക്കെ ശ്രീനാ മേഡത്തോട് കൂടെയുണ്ട്. അത് എന്ത് തന്നെയായാലും ഇവരൊക്കെ കൂടെയുണ്ട്. കമ്പനി തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ വിളിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്നെ വിളിക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും ശരി, ഞാൻ അത് റെക്കോർഡിംഗ് ആയിരിക്കും, വീഡിയോ കോൾ ഞാൻ നിങ്ങൾ ചെയ്യും, അത് നിങ്ങൾ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രമേ നിങ്ങൾ അപ്ഡേഷൻ തരും. അല്ലാത്ത ഒരു വ്യക്തി എന്നെ വിളിക്കേണ്ട. ഞാൻ ലീഡറും കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഹൈറിച്ച് കമ്പനി തിരിച്ചു വരുന്നവർ എന്ത് പ്രതിസന്ധിയാലും ഹൈറിച്ച് കമ്പനിയുടെ കൂടെ ഞാനുണ്ടാവും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.